വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? 2 വർഷം ആവാറായി. എനിക്ക് ആക്ച്വലി പുറത്തേക്കൊക്കെ പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഒറ്റമോളായതുകൊണ്ട് വീട്ടിൽ സമ്മതിച്ചില്ല. അപ്പൊ അവര് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ അടുത്തുള്ള പ്രപ്പോസൽ നോക്കാന്ന് വിചാരിച്ചത്. ഓ, ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ? ഞാൻ പ്രൊഫൈലിൽ കണ്ടായിരുന്നു. എനിക്കും ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ, അത് അത് ആക്ച്വലി എൻ്റെ അനിയൻ ക്രിയേറ്റ് ചെയ്ത പ്രൊഫൈലാ. ഓ, ട്രാവല് പണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ചെയ്തായിരുന്നു. കമ്പനിയിലെ പാക്കേജ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അത്യാവശ്യമൊക്കെ ചെയ്യുന്നുണ്ട്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അമ്മ, അനിയൻ. ഞങ്ങളിപ്പോൾ തറവാട്ട് വീട്ടിലാണ്. പക്ഷെ തൊട്ടടുത്ത് തന്നെ വീട് പണി നടക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഈ മന്തിൽ ഫിനിഷ് ആവും. മാരേജ് കഴിഞ്ഞാലും ജോലി കണ്ടിന്യൂ ചെയ്യുമല്ലോ അല്ലേ? അങ്ങനെ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. മാരേജിന് ശേഷവും വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യേണ്ട വരുമോ? അതിനെക്കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. അതൊക്കെ എന്തായാലും ചെയ്യണമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, വീട് പണിയൊക്കെ ആയിട്ട് കുറച്ച് ലോണൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ മാരേജിന് ശേഷവും ഫൈനാൻഷ്യലി എന്നെ സപ്പോർട്ട് ചെയ്യുന്നൊരു പാർട്ട്ണറെയാണ് ഞാൻ നോക്കുന്നത്. അതെ, എനിക്ക് ആക്ച്വലി ലവ് മാരേജ് ഒക്കെ ചെയ്യാനായിരുന്നു ആഗ്രഹം. പക്ഷെ വീട്ടുകാരിങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടാണ് ഞാൻ അറേഞ്ച്ഡ് മാരേജ് ഒന്ന് ട്രൈ ആക്കാമെന്ന് വിചാരിച്ചത്. എനിക്ക് തോന്നുന്നു എനിക്ക് ആക്ച്വലി ലവ് മാരേജ് ആയിരിക്കും സെറ്റ് ആവുകയെന്ന്. ഇങ്ങനെ എല്ലാം പ്രാക്ടിക്കലായിട്ടൊക്കെ കാണുന്ന ഒരാള് എനിക്ക് വർക്കാവില്ല എന്നാണ് തോന്നുന്നത്. ആക്ച്വലി എനിക്കും ഒരു റിലേഷൻഷിപ്പൊക്കെ ഉണ്ടായിരുന്നതാ. ഓൾമോസ്റ്റ് മാരേജിൻ്റെ അടുത്ത് വരെ എത്തി. അന്നേരം എൻ്റെ അച്ഛൻ മരിച്ചത്, പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ല എന്നുള്ളതൊക്കെ ഒരു ഇഷ്യൂ ആയി. ആ മാരേജ് നടന്നില്ല, അവളും പോയി. അതിനുശേഷം ഞാൻ നല്ല പ്രാക്ടിക്കലാണ്. ഏതായാലും കുട്ടി ഓപ്പണായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടോ. ഓഫീസിൽ 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാ. അപ്പൊ ശരി. അതെ, ഈ ഞായറാഴ്ച ഫ്രീ ആണോ? ആ, ഫ്രീ ആണ്. നമുക്കൊന്നുകൂടി ഒന്ന് മീറ്റ് ചെയ്താലോ? ആ,